സംഘപരിവാർ സഹയാത്രികനായ ടി.ജി. മോഹൻദാസിന്റെ വിദ്വേഷ വീഡിയോയ്ക്ക് എതിരെ പ്രതിഷേധം ശക്തം. ആവശ്യപ്പെടും. പിന്നെ മേലാലിന്റെ പൂടിയന്റെ ചുറ്റുവട്ടത്തിൽ എങ്ങനെ കണ്ടാൽ അന്റെ കാൽ അടിച്ചിട്ട് ഞാൻ എൽഷേപ്പാക്കും. ഡൽഹിയിൽ സമരം ചെയ്ത യുവാക്കളെ വെടിവെച്ച് കൊന്ന് ശവം പെറുക്കി ആശുപത്രിയിലിടുമെന്നാണ് ടി.ജി. മോഹൻദാസ് പറഞ്ഞത്. മനുഷ്യരെ കുറച്ച് കണ്ണിച്ചോര. ഇടത് ചിന്തകരും എഴുത്തുകാരും ഈ വിദ്വേഷ പരാമർശങ്ങൾക്ക് എതിരെ രംഗത്തെത്തി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ട. സമരക്കാർക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിടുമായിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ വെടിയേറ്റ് വീഴും, കുറെ പേർ അംഗഭംഗം വരും, അവരെ പെറുക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകും. ഒരു 4 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമായിരുന്നു ഇത്. പ്രധാനമന്ത്രി നേരത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഗോദ്ര കലാപം ഉൾപ്പെടെയുള്ള വിഷയം വളരെ വേഗത്തിൽ അടിച്ചമർത്തിയിട്ടുള്ള ഒരാളാണ്. ഈ പ്രതികരണം വന്നതോടുകൂടി വലിയ തരത്തിലുള്ള വിമർശനം ഇതിനെതിരെ ഉണ്ട്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. രാജ്യത്തെ വിദ്യാർത്ഥികളെ തന്നെ വെടിവെച്ച് കൊല്ലണം എന്ന ഒരു നിലപാടുള്ള ഒരു സംഘപരിവാർ സഹയാത്രികന് എന്ന നിലയിൽ വലിയ തോതിലുള്ള വിമർശനം അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്നു. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതുമില്ല. ഇത്തരത്തിലുള്ള ഒരു വിദ്വേഷ പരാമർശം നടത്തിയ ഈ വിഷം വമിക്കുന്ന ഈ വാക്കുകൾക്കെതിരെ പരാതി ഉയരണം. പരാതി ഉയർന്ന് നടപടിയെടുക്കുമെന്ന് പ്രത്യാശിക്കാം. RSSന്റെയും സംഘപരിവാറിന്റെയും ഒക്കെ ബൗദ്ധിക പ്രമുഖാണെന്നാണ് തള്ളിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ടി.ജി. മോഹൻദാസിനെ RSS തന്നെ തള്ളി. സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാളികൾ കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ, കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെന്ന് കരുതിയാ. RSS നേതാവ് ടി.ജി. മോഹൻദാസിന്റെ വിവാദ പരാമർശം സൈബർ സെൽ IG P പ്രകാശ് അന്വേഷിക്കും. AIYF നൽകിയ പരാതിയിലാണ് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജന്തർ മന്ദറിൽ സമരം ചെയ്തവർക്കെതിരെയാണ് ടി.ജി. മോഹൻദാസ് അധിക്ഷേപ പരാമർശം നടത്തിയത്. വളരെ ഗൗരവത്തോടു കൂടി കാണണമെന്നുള്ള രീതിയിൽ പല ഭാഗത്തുനിന്നും പരാതികൾ വന്നിരുന്നു. ഇപ്പോൾ സൈബർ സെൽ IG P പ്രകാശനാണ് അന്വേഷണ ചുമതല. ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. CJP സമരങ്ങളെ കുറിച്ച് നടത്തിയ പ്രസ്താവന അപലപനീയമാണ്. അത്തരം കാഴ്ചപ്പാടുകളോടും RSS ഒരു തരത്തിലും യോജിക്കുന്നില്ല. മോഹൻദാസ് RSSന്റെ ഒരു ചുമതലയും വഹിക്കുന്നില്ലെന്നും നേതൃത്വം. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. RSSന്റെ സൈദ്ധാന്തിക മേധാവി എന്ന മട്ടിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. RSS പറയുന്നു ഈ കക്ഷിയുമായി നമുക്കൊരു ബന്ധമില്ല എന്നാണ് RSS പറയുന്നത്. എന്നോടിത് വേണ്ടായിരുന്നു. അങ്ങനെ പറയുന്നവർക്ക് ഇതിന് അപമാനമായി തീരും. എന്തായാലും RSS കാര്യങ്ങൾ വ്യക്തമാക്കുകയാണോ VS രഞ്ജിത്ത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ ഒന്ന് അടിച്ച് കേറാൻ.